അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബ്ക്ക് 53. നിസ്കാര ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിക്റാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. റാഫിഇയു, ഇമാം റാഫിഇ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലൈത്തും സ്വലാത്തൽ ഫർദ്, നിങ്ങൾ ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഫഖൂലു ഫി അഖബി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകെ നിങ്ങൾ പറയണം, ഉടനെ പറയണം, അശറ മറാത്തിൻ, 10 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ പറയുകയാണെങ്കിൽ യുക്തബ് ലഹു മിനൽ അജ്രി, അവനിക്ക് പ്രതിഫലം രേഖപ്പെടുത്തും, കഅന്നമ അഅതക റഖബതൻ, അവൻ ഒരു അടിമയെ മോചിപ്പിച്ചതുപോലുള്ള പ്രതിഫലം. ഒരടിമക്ക് എത്ര പൈസ ഉണ്ടാവും? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം. ആ അടിമയെ വാങ്ങി മോചിപ്പിച്ചതുപോലെയുള്ള പ്രതിഫലം എന്താകുന്നതാണ്? അവനിക്ക് രേഖപ്പെടുത്തുന്നതാണ്. വലിയൊരു ദാനധർമ്മത്തിൻ്റെ കൂലി. വയസീദു ഫീഹ, മാത്രമല്ല അതിൽ വർദ്ധിപ്പിക്കണം, യുഹീ വയുമീതു ബിയദിഹിൽ ഖൈർ എന്ന് കൂട്ടിപ്പറയണം. ബഅദ സുബ്ഹി വൽ അസ്രി വൽ മഗ്രിബി, സുബ്ഹിനും അസ്റിനും മഗ്രിബിനും ശേഷം അതും കൂടി കൂട്ടിപ്പറയണം. ഇത് ഈ ഹദീസ്. അതുപോലെ മറ്റൊരു റിവായത്തിലുള്ളത് എന്താണ്? നമ്മൾ സാധാരണ മഗ്രിബിനും സുബ്ഹിക്കും ശേഷം വളരെ പ്രാധാന്യത്തോടു കൂടി ചെല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതങ്ങനെ തന്നെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഹദീസിൽ പ്രത്യേകം നിർദ്ദേശമുണ്ട്. സുബ്ഹിനും മഗ്രിബിനും പ്രത്യേകമായിട്ട് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് മറ്റ് ഹദീസുകളിൽ. അവനിക്ക് അല്ലാഹു തആല 10 ഹസനത്തുകൾ രേഖപ്പെടുത്തും. കതബല്ലാഹു ലഹു 10 ഹസനാത്ത് വമഹാ അൻഹു 10 സയ്യിആത്ത്. അവനിക്ക് അല്ലാഹു തആല 10 ദോഷങ്ങൾ പുറത്തു കൊടുക്കും. അവൻ്റെ 10 പദവികൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കും. മാത്രമല്ല ഓരോ ദിക്റിനും ഓരോ അടിമയെ മോചിപ്പിച്ച കൂലി, 10 അടിമകളെ മോചിപ്പിച്ച കൂലി അല്ലാഹു തആല കൊടുക്കും. മാത്രമല്ല സുബ്ഹിക്കും മഗ്രിബിനും അത് ചൊല്ലിയാൽ പ്രത്യേകം അവനിക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നതാണ്. സുബ്ഹിക്ക് ചൊല്ലിയാൽ മഗ്രിബ് വരെ, അതുപോലെ മഗ്രിബിന് ചൊല്ലിയാൽ ഇനി സുബ്ഹി വരെ പ്രത്യേകം പിശാചിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നുമൊക്കെ പ്രത്യേകം ഹിർസ്, കാവൽ അവനിക്കുണ്ടാകുന്നതാണെന്നൊക്കെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റ് ഹദീസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സുബ്ഹിനും മഗ്രിബിനും ശേഷം ഒരിക്കലും അത് ഒഴിവാക്കരുത്. അത് ഹദീസിൽ പ്രത്യേകം അത് നിബന്ധനയും പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്നതിന് മുമ്പ്, കാല് അനക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ആ രീതിയിൽ തന്നെ സലാം വീട്ടിയ ഉടനെ മറ്റ് സംസാരങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഇരുത്തം മാറ്റിയിരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന നമ്മൾ പഠിച്ച ആ ദിക്ർ, അത് വളരെ അതിൻ്റെ സവാബ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഫായിദകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ചൊല്ലുക. അല്ലാഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടുന്ന മറ്റൊരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, ഫാത്തിഹ ഓതണം, ആയത്തുൽ കുർസി ഓതണം. അതുപോലെ തന്നെ ആലിംറാനിലെ 2 ആയത്തുകൾ, നമുക്ക് പരിചയമുള്ള ആയത്തുകൾ, ഷഹിദല്ലാഹും ഖുലില്ലാഹുമ്മയും, ഇതും ഓതണം. ഇതാണ് ഇനി അടുത്ത ഹദീസിൽ പറയുന്നത്. വൽ ഹാരിസ് ഇബ്നു അംർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഹാരിസ് ഇബ്നു അംർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, ഇന്ന ഫാത്തിഹത്തുൽ കിതാബി, തീർച്ചയായും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസിയും, വശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമാ ഇഖ്തലഫൽ ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും വമൻ യക്ഫുർ ബിആയാതില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അൽ-ഇംറാനിലെ 17, 18, 19 ആയത്തുകൾ. അതുപോലെ തന്നെ വഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. അപ്പോൾ ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഈ 2 ആയത്തുകളും ഇത് മുഅല്ലഖാത്തുൻ, ഇവ 4 മുഅല്ലഖാത്തുൻ, അർശിൻ്റെ അടുക്കൽ ബന്ധിക്കപ്പെട്ടതാണ്. മാ ബൈനഹുന്ന വ ബൈനല്ലാഹി ഹിജാബുൻ, ഇവയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല. ഖുൽന യാ റബ്ബി, ഈ ആയത്തുകൾ, ഈ സൂറത്തുകൾ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ അതുഹ്ബിതുനാ ഇലാ അർദിക, നിന്റെ ഭൂമിയിലേക്ക് ഞങ്ങളെ അയക്കുകയാണോ?
വഇലാ മൻ യഅസീക്, തെറ്റ് ചെയ്യുന്ന അടിമകളിലേക്ക് ഞങ്ങളെ അയക്കുകയാണോ? ഖാല അല്ലാഹു തആല, അല്ലാഹു തആല അപ്പോൾ ഇവയോട് മറുപടി പറഞ്ഞത്, ഈ സൂറത്തുകളോടും ആയത്തുകളോടും മറുപടി പറഞ്ഞത്, ബി ഹലഫ്തു, ഞാൻ എന്നെ തന്നെ സത്യം ചെയ്യുന്നു, ലാ യഖറഉകുന്ന അഹദുൻ, ഒരാളും നിങ്ങളെ പാരായണം ചെയ്യൂല, ദുബ്ര കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ ആര് നിങ്ങളെ പാരായണം ചെയ്യുമ്പോഴും, ഇല്ലാ ജഅൽതുൽ ജന്നത മസ്വാഹു അലാ മാ കാന ഫീഹി, സ്വർഗം അതിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ അവനിക്ക് സ്വർഗം വാസസ്ഥലമായിട്ടല്ലാതെ ഒരാളും നിങ്ങളെ പാരായണം ചെയ്യൂല എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളെ പാരായണം ചെയ്യുന്ന, നിങ്ങളെ ഓതുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഞാൻ സ്വർഗം നൽകുന്നതാണ്. ഇല്ലാ ജഅൽതുൽ ജന്നത മസ്വാഹു, സ്വർഗം അവന്റെ വാസസ്ഥലമാണ്, അലാ മാ കാന ഫീഹി, അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ. അപ്പൊ ആ രീതിയിൽ എന്താണ് അല്ലാഹു തആല അവരോട് പറയുകയാണ്. ഈ ആയത്തുകളോടുള്ള വാഗ്ദാനമാണ്, സൂറത്തുകളോട് അല്ലാഹു തആല പറഞ്ഞതാണ്. വാസ്കൻതുഹു ഹദീറത്തുൽ ഖുദ്സ്, നിങ്ങളെ ചെല്ലുന്നവനെ ഞാൻ പരിശുദ്ധമായ സന്നിധാനത്തിൽ താമസിപ്പിക്കും. വനളർതു ഇലൈഹി ബിഐനിൽ മക്നൂന, എന്റെ മറക്കപ്പെട്ട കണ്ണുകൊണ്ട് അവനെ നോക്കും. ഫീ കുല്ലി യൗമിൻ 70 മറ, ഓരോ ദിവസവും 70 വട്ടം അവനെ ഞാൻ പ്രത്യേകമായ നോട്ടം, എന്റെ റഹ്മത്തിന്റെ നോട്ടം അവനെ ഞാൻ നോക്കും. വഖളൈതു ലഹു കുല്ല യൗമിൻ 70 ഹാജ, അവന്റെ 70 ആവശ്യങ്ങൾ ഓരോ ദിവസവും വീട്ടിൽ കൊടുക്കും. വ അദ്നാഹാൽ മഗ്ഫിറ, അതിലേറ്റവും താഴെയുള്ളത് ദോഷം പൊറുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ബാക്കിയുള്ളതിന്റെ കഥ പറയണ്ടല്ലോ, അതിന് മുകളിലുള്ള ബാക്കി 70 69 അതിന് മുകളിലുള്ളതാണ്. അപ്പം ഏറ്റവും ചുരുങ്ങിയത് ദോഷം പൊറുക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള 70, അങ്ങനെയുള്ള 70 പദവികൾ, 70 ആവശ്യങ്ങളും എനിക്ക് ഞാൻ വീട്ടിൽ കൊടുക്കും. വഅഅദ്തുഹു മിൻ കുല്ലി അദുവ്വിൻ വഹാസിദിൻ വനസ്വർതുഹു, അവനെ എല്ലാ ശത്രുവിൽ നിന്നും, എല്ലാ അസൂയക്കാരിൽ നിന്നും ഞാൻ കാവൽ നൽകുന്നതാണ്, കാക്കുന്നതാണ്. വനസ്വർതുഹു, അവനെ ഞാൻ സഹായിക്കുന്നതാണ്. ശത്രുവിന്റെ കുതന്ത്രങ്ങളൊന്നും ഫലിക്കൂല, അസൂയക്കാരന്റെ അസൂയ ഫലിക്കൂല. അപ്പോ ശത്രുവിൽ നിന്നും അസൂയക്കാരിൽ നിന്നും ഒക്കെ പ്രത്യേകം കാവൽ കിട്ടുന്ന, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന ആയത്തുകളും സൂറത്തുകളുമാണ് ഈ പറഞ്ഞത്. അതിൽ ഫാത്തിഹ നമുക്കറിയുന്നതാണ്, ആയത്തുൽ കുർസി നമുക്കറിയുന്നതാണ്. അത് രണ്ടും നമുക്ക് നിത്യമായി പാരായണം ചെയ്യുക. നിസ്കാര ശേഷം ഒരു ഫാത്തിഹ എന്ന പതിവ് മഹാന്മാരൊക്കെ പതിവാക്കിയ രീതിയാണ്. നിസ്കാരത്തിന് ശേഷം ഒരു ഫാത്തിഹ, നിസ്കാരത്തിലുള്ള ഫാത്തിഹയ്ക്ക് പുറമെ നിസ്കാരത്തിന് ശേഷം ഒരു ഫാത്തിഹ, അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും. അതുപോലെ തന്നെ ഈ 2 ആയത്തുകൾ ആൽ ഇമ്രാനിലെ പിന്നെ 18, 19, അതുപോലെ തന്നെ 26, ഈ ആയത്തുകൾ, ഈ 3 ആയത്തുകൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാത്തവരാണെങ്കിൽ, ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, മദ്രസയിൽ നിന്നൊക്കെ പ്രത്യേകം ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. ഹിഫ്ദിന്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾക്ക് തന്നെ 4ലും 3ലും ഒക്കെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം ഉള്ള ഹിഫ്ദിന് പഠിക്കാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് അതൊക്കെ പഠിച്ചവരുണ്ടാവും. മുമ്പ് പഠിച്ച് മറന്നവരാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതൊരു സന്തോഷമാണ്. ഖുർആൻ പഠിച്ച് മറക്കുന്നത് ശരിയല്ല, ഉടനെ തന്നെ അത് വീണ്ടെടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ പതിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അത് എപ്പോഴും ചെല്ലുമ്പോൾ അത് എന്നും ഓർമ്മയിൽ നിലനിൽക്കുകയും അതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും. ഇനി ഒരൊറ്റ ഹദീസും കൂടി പറഞ്ഞു നിർത്തുകയാണ്. വൻ നസായി ഇബ്നു ഹിബ്ബാൻ, ബഹുമാനപ്പെട്ട ഇമാം നസായിയും ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സ്വലാത്തി മക്തൂബ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു ആയത്ത് കുർസി ആരെങ്കിലും ഓതുകയാണെങ്കിൽ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, ആ ഹദീസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, അതിന്റെ ഫായിദകൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം ആയത്ത് കുറിച്ച് ഓതുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് അവനിക്ക് തടസ്സമല്ല, ഇല്ല അയ്യമൂത്ത്, അവൻ മരിക്കലല്ലാതെ, മരണപ്പെടലല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. മരിക്കേണ്ട താമസം ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് അവൻ പോകുന്നതാണ്. അവനിക്ക് മറ്റൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല.